ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിൽ ചിക്കനെല്ലാം മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചോറ് കുഴച്ചിട്ട് കഴിക്കാത്തവരുണ്ടാവില്ല അല്ലേ. ചിക്കനായാലും ചമ്മന്തി ആയാലും കറി ആയാലും ആ ചട്ടികളിൽ പഠിക്കാൻ ഭയങ്കര ടേസ്റ്റല്ലേ. എന്തായാലും ഞാൻ എല്ലാ ദിവസവും എന്തുണ്ടാക്കിയാലും ആ ചട്ടി പഠിക്കൽ എൻ്റെ മെയിനാണ് കേട്ടോ. ചിക്കൻ എടുത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക, ഉപ്പിട്ട് കൊടുക്കുക, കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, 2 ചെറിയ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാട്ടെ. നല്ല ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, കുറച്ച് സമയം 10-20 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇനി കുക്കറിലേക്ക് കുറച്ച് പരിപ്പിടാം, ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഈ പാത്രം ഇത് വെക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ. ശരിക്കും വലിയ പാത്രം എനിക്കറിയാം, എന്നാലും എനിക്ക് ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വീട്ടിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുകളിൽ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇടയിൽ മക്കൾ കഴിക്കുമ്പോൾ ഒരു സ്നിക്കേഴ്സ് കഴിക്കാൻ വിചാരിച്ച്. ഷുഗറായത് കാരണം ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല. ഇപ്പോൾ ആഗ്രഹം കഴിച്ചേക്കാല്ലേ. അടിപൊളി പരിപ്പ് കറിയാണോ. ഇനി ഇത് പുറത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ചെറിയ ഫ്രൈ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുകിടുക. ഇതിലേക്ക് എടുത്തൊഴിക്കുക. കറിവേപ്പില ഇടുന്നില്ല കേട്ടോ. കറിവേപ്പില ഇട്ടാൽ നമുക്ക് ഭക്ഷണം പോലെ നെയ്യ് കൊടുക്കേണ്ടി വരും. അതിലും നല്ല ഇങ്ങനെ പിന്നെ മേടിച്ച്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിൽ നെയ്ച്ചോറ് വെക്കാൻ. നമുക്ക് ഈ കപ്പിന് 1.5 കപ്പ് അരി നെയ്ച്ചോറിൻ്റെ അരി അളന്നെടുക്കാം കേട്ടോ.
കുറച്ചിട്ട് കൊടുക്കട്ടെ. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് മുട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇനി ഒരു കുറച്ച് വെളിച്ചെണ്ണ, ഓയിലോ എന്തെങ്കിലും ഒഴിക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് വെക്കുക. അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പൊടിയായിട്ടിങ്ങനെ വെക്കണേ തുടച്ചുകൊണ്ടിരിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താ, എൻ്റെ വീഡിയോ ലൈക്കെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബെല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്ന്, കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഞാൻ ഒരാൾക്കൊരു ഗിഫ്റ്റ് തരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഇനി കഴുകി വെച്ച അരിയിടാം. ഉള്ളി ആവശ്യമുള്ളവർക്ക് ഇതിൽ കട്ട് ചെയ്തിടാം കേട്ടോ. ഉള്ളി ഞാൻ എപ്പോഴും ഇന്നിട്ടിട്ടില്ല. ഉള്ളി ഇടാണ്ടും ഞാൻ അടുക്കളയിൽ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഉള്ളിയെല്ലാം തളിച്ചിട്ട് കട്ട് ചെയ്താൽ നെയ്യിൽ ഇട്ടിട്ട് ചൂടായി കഴിഞ്ഞാൽ വെള്ളം വെച്ചിട്ട് വെള്ളം ചൂടായി അരിയിടുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. വെള്ളം ആദ്യം വെച്ചിട്ട് അതിൽ ഉള്ളിയും പട്ടയും ഗ്രാമ്പെല്ലാം ഇട്ട് ഉപ്പെല്ലാം ഇട്ട് അരിയിട്ട് ഇങ്ങനെ വെച്ചാലും നെയ്ച്ചോറിന് ഒരു ടേസ്റ്റ് കുറവോ മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഉള്ളി പൊരിച്ചിട്ട് വെക്കും, ഉള്ളി പൊരിച്ചതിൻ്റെതായ ഒരു മണം ഉണ്ടാവും. ഇതിപ്പം പരിപ്പ് വെച്ചതിൻ്റെ കുക്കർ മാത്രമേ ഞാൻ കഴുകിയിട്ടുള്ളൂ, മൂടി കഴുകിയിട്ടുള്ളൂ കേട്ടോ. അതാണ് അങ്ങനെ. പിന്നെ ഒരു വിസിൽ നമുക്ക് ഓഫാക്കാം. ചിക്കൻ ഫ്രൈ റെഡി ആയി കേട്ടോ. നല്ല ടേസ്റ്റ് ചിക്കൻ ഫ്രൈ റെഡി. അങ്ങനെ ആമിക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ആമി മദ്രസയിലെല്ലാം പോയി. പിന്നെ നമ്മൾ വൈകുന്നേരമാവും, ഒരു 4-5 മണിയാവും ചോറ് കഴിക്കാൻ. അന്നേരം എന്നിട്ട് ഇത് കാണിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും.